ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോമൺ ടേംസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കോമൺ ടേംസിൽ ഒരു ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ടേംസിന് ഇനി 2 ക്ലാസ്സും കൂടെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോമൺ ടേംസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കോമൺ ടേംസിന് മുന്നേ എടുത്ത കോമൺ ടേംസിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയാനുള്ളത്, നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതിയെടുത്ത് അന്നു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പെൻഡിങ് ഇടരുത്. പെൻഡിങ് ഇട അന്നു തന്നെ നിങ്ങൾ അത് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടൈം എന്താണ്? ഡാം. എന്താണ് ഡാം? ഒരു മദർ കൗവിനെ സൂചിപ്പിക്കാനായിട്ട് ഡാം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നു. ഓക്കെ, എന്താണ്? ഒരു മദർ കൗവിനെ സൂചിപ്പിക്കാനായിട്ട് ഡാം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ഫാദറിനെ സൂചിപ്പിക്കാനായിട്ട് ഏത് പദം ഉപയോഗിക്കും? ഫാദറിനെ സൂചിപ്പിക്കാനായിട്ട് സയർ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 2 വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എവിടെയാണ്? ബ്രീഡിംഗ് എന്നൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഓർക്കുക, ഡാം എന്ന് പറയുന്നത് മദറിനെ സൂചിപ്പിക്കാനും സയർ ഫാദറിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ടേം നോക്കുക, കാഫ്. നമ്മൾ നേരത്തെ കോമൺ ടേംസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂബോൺ അല്ലെങ്കിൽ യങ്ങോൺ, കാറ്റിലിൻ്റെ ന്യൂബോൺ അല്ലെങ്കിൽ യങ്ങോൺ എന്തായിരുന്നു? കാഫ് എന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക, യങ്ങോൺ ഓഫ് എ കാറ്റിൽ ഫ്രം ബർത്ത് ടു 1 ഇയർ ഓഫ് ഏജ്. എന്താ പറയുന്നത്? ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള കാറ്റിലിനെ നമ്മൾ കാഫ് എന്ന് പറയുന്നു. അതായത് ഒരു കന്നുകുട്ടി ജനിച്ച് അത് വളർന്ന് 1 വയസ്സാകുന്നത് വരെ അതിന് നമ്മൾ എന്ത് വിളിക്കും? കാഫ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ടേം നോക്കുക. എന്താണ്? ഹീഫർ. നമ്മൾ നേരത്തെ കോമൺ ടേംസിൽ പഠിച്ചതാണ്. കാറ്റിലിൻ്റെ യങ് ഫീമെയിൽ നമ്മൾ എന്ത് വിളിക്കും? ഹീഫർ കാഫ് അല്ലെങ്കിൽ ഹീഫർ എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? യങ് ഫീമെയിൽ എബോവ് 1 ഇയർ ആൻഡ് നോട്ട് എറ്റ് കാവ്ഡ്. എന്താ പറയുന്നത്? 1 വയസ്സിന് മുകൾ പ്രായമുള്ളതും പ്രസവിച്ചിട്ടില്ലാത്തതുമായ ഫീമെയിൽ കാറ്റിനെ എന്ത് വിളിക്കുന്നു? ഹീഫർ എന്ന് അല്ലെങ്കിൽ ഹീഫർ കാഫ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്ത ടേം നോക്കുക, കൗ. നമ്മൾ നേരത്തെ കോമൺ ടേംസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അഡൽറ്റ് ഫീമെയിൽ കാറ്റിലിനെ വിളിക്കുന്ന പേര് കൗ എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതും. ശ്രദ്ധിച്ചോളൂ, എന്താ ഇവിടെ പറയുന്നത്? അഡൽറ്റ് ഫീമെയിൽ കാറ്റിൽ വിച്ച് ഹാസ് കാവ്ഡ്. പ്രസവിച്ച അഡൽറ്റ് ഫീമെയിൽ കാറ്റിൽ എന്ത് വിളിക്കുന്നു? കൗ എന്ന് വിളിക്കുന്നു. എന്താണ് പറയുന്നത്? അഡൽറ്റ് ഫീമെയിൽ കാറ്റിൽ വിച്ച് ഹാസ് കാവ്ഡ്. പ്രസവിച്ച അഡൽറ്റ് ഫീമെയിൽ കാറ്റിൽ എന്ത് വിളിക്കുന്നു? കൗ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. ഫസ്റ്റ് ടൈം എന്താ പറയുന്നത്? ബുൾ അല്ലേ? എന്താണ് പറയുന്നത്? ബുൾ. നമുക്ക് ഓൾറെഡി നമ്മൾ കോമൺ ടേംസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കാറ്റിലിൻ്റെ അഡൽറ്റ് മെയിലിനെ എന്ത് വിളിക്കും? ബുൾ എന്ന് വിളിക്കും, നമുക്കറിയാം. പക്ഷേ പി എസ് സിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾ എന്ത് എഴുതും? അൺകാസ്ട്രേറ്റഡ് അഡൽറ്റ് മെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ഡാഷ്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ബുൾ എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ബുൾ എന്ന് പറയുന്നത് അൺകാസ്ട്രേറ്റഡ് അഡൽറ്റ് മെയിൽ കാറ്റിലിനെ എന്ത് വിളിക്കും? ബുൾ എന്ന് വിളിക്കും. എന്താണ്? വന്ധീകരിക്കാത്ത അഡൽറ്റ് മെയിൽ കാറ്റിലിനെ ബുൾ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ടേം എന്താണ്? ബുള്ളോക്ക് അല്ലേ? എന്താണ്? ബുള്ളോക്ക്. എന്താ പറയുന്നത്? കാസ്ട്രേറ്റഡ് അഡൽറ്റ് മെയിൽ കാറ്റിൽ, വന്ധീകരിക്കപ്പെട്ട അഡൽറ്റ് മെയിൽ കാറ്റിലിനാണ് എന്ത് വിളിക്കുന്നത്? ബുള്ളോക്ക് എന്ന് വിളിക്കുന്നത്. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ടേം നോക്കുക. എന്താണ്? ബെല്ലോവിങ്. എന്താണ്? ബെല്ലോവിങ്. എന്താ പറയുന്നത്? സൗണ്ട് പ്രൊഡ്യൂസർ ബൈ കാറ്റിൽ. എന്താ പറയുന്നത്? സൗണ്ട് പ്രൊഡ്യൂസർ ബൈ കാറ്റിൽ. കാറ്റിൽ വിളിക്കുന്നതിന്, അത്രേ ഉള്ളൂ. കാറ്റിൽ വിളിക്കുന്നതിന് എന്താണ്? ബെല്ലോയിങ് എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ടേം നോക്കിയാൽ ഹൈഡ്. എന്താണ് ഹൈഡ്? ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ ഔട്ടർ സ്കിൻ കവറിംഗ് ഓഫ് ദ ലാർജ് ആനിമൽസ്. എന്താണ് ഹൈഡ്? ലാർജ് ആനിമൽസിന്റെ പുറാവരണം അല്ലെങ്കിൽ പുറം തൊലിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ടേം നോക്കുക, ലാക്ടേഷൻ പീരീഡ്. എന്താണ്? കറവക്കാലം. എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ആനിമൽ പ്രൊഡ്യൂസ് മിൽക്ക് ആഫ്റ്റർ പാർച്ചുറേഷൻ. പ്രസവശേഷം ഒരു അനിമൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തെ അല്ലെങ്കിൽ ആ കാലയളവിൽ നമ്മൾ എന്ത് പറയുന്നു? ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത്? എന്താ പറയുന്നത്? മിൽക്ക് yield of 305
കൺസിക്യൂട്ടീവ് ഡേയ്സ് ആഫ്റ്റർ കാവിങ്. നോക്കുക, പ്രസവിച്ച ശേഷമുള്ള 305 ദിവസത്തെ തുടർച്ചയായ പാൽ ഉൽപാദനത്തിനെയാണ് ഓരോ അനിമലിൻ്റെയും സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത് ആയി കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ടേം നോക്കുക, പീക്ക് ഈൽഡ്. എന്താണ് പീക്ക് ഈൽഡ്? ഹയസ്റ്റ് ഡെയിലി ഈൽഡിന്റെ ലാക്ടേഷൻ പീരീഡ്. എന്താ പറയുന്നത്? കറവക്കാലത്ത് കിട്ടുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന പാലുൽപാദനത്തിനെയാണ് പീക്ക് ഈൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലാക്ടേഷൻ പീരീഡ് പഠിച്ചു. ആ സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം കിട്ടുന്ന ഉയർന്ന പാലുൽപാദനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീക്ക് ഈൽഡ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും പ്രസവിച്ച ആദ്യ മാസങ്ങളിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ സ്ലൈഡ് ശ്രദ്ധിക്കുക. എന്താണ് ഇന്റർകാവിംഗ് പീരീഡ്? ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കാവിംഗ്. എന്താണ് പറയുന്നത്? തുടർച്ചയായ 2 പ്രസവങ്ങൾക്കിടയിലെ സമയ ഇടവേള. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ ഒരു അനിമൽ പ്രസവിച്ചു, അതിനുശേഷം 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് പിന്നെയും കൺസീവ് ചെയ്യും, അതായത് ഗർഭിണിയാകും, അതിനുശേഷം അത് പ്രസവിക്കുമല്ലോ. ഈ 2 പ്രസവങ്ങൾക്കിടയിലുള്ള ഡ്യൂറേഷൻ, സമയ ഇടവേളയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ കാവിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സർവീസ് പീരീഡ്? എന്താ പറയുന്നത്? ദ പീരിയഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കാവിംഗ് ടു ദ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് കൺസെപ്ഷൻ. എന്താ പറയുന്നത്? അനിമൽ പ്രസവിച്ച തീയതി മുതൽ അടുത്ത ഗർഭധാരണം അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ എടുക്കുന്ന കാലയളവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സർവീസ് പീരീഡ് എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു അനിമൽ പ്രസവിച്ചു, അതിനുശേഷം ഞാൻ പറഞ്ഞു 3-4 മാസത്തിനകത്ത് അത് കൺസീവ് ചെയ്യും അല്ലെങ്കിൽ ഗർഭിണിയാകുമെന്ന് പറഞ്ഞു. ആ ഗർഭിണിയാകാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഡ്യൂറേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സർവീസ് പീരീഡ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക, എന്താണ് ഡ്രൈ പീരീഡ്? എന്താ പറയുന്നത്? നോൺ ലാക്ടേറ്റിംഗ് ഡേയ്സ് ബിറ്റ്വീൻ ലാക്ടേഷൻ, ഇറ്റ് ഈസ് 60 ഡേയ്സ്. അതായത് എന്താണ്? കറവയില്ലാത്ത കാലം. അത് എത്ര ദിവസമായിരിക്കും? 60 ഡേയ്സ്, 60 ദിവസമായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ആനിമൽ പ്രസവിച്ചു, ഞാൻ പറഞ്ഞു 3 മാസത്തിനകത്ത് കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം അത് അടുത്ത് പ്രസവിക്കുമല്ലോ. ആ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ ആനിമലിന് 60 ദിവസത്തെ റെസ്റ്റ് കൊടുക്കും. അതിനെയാണ് ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പദം നോക്കുക, ഡ്രൈ ആനിമൽ. എന്താണ് പറയുന്നത്? കാവ്ഡ് ഫീമെയിൽ ആനിമൽ നോട്ട് പ്രൊഡ്യൂസിങ് മിൽക്ക്. പ്രസവിച്ച ആനിമൽ ആയിരിക്കും, പക്ഷേ ആ സമയത്ത് പാലുൽപാദനം ഉണ്ടായിരിക്കില്ല. പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു ആനിമൽ പ്രസവിച്ചു, 3 മാസത്തിന് ശേഷം കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞു, അതിനുശേഷം അത് പ്രസവിക്കുമെന്നും പറഞ്ഞു. ഓക്കെ, നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് 60 ദിവസത്തെ റെസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഡ്രൈ പീരീഡ് എന്ന് പറഞ്ഞു. ആർക്കാണോ, ഏത് ആനിമലിലാണോ നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന ആ ആനിമലിന് നമ്മൾ എന്ത് പറയും? ഡ്രൈ ആനിമൽ എന്ന് പറയും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, എന്താ പറയുന്നത്? ബീഫ്. എന്താണ് ബീഫ്? മീറ്റ് ഓഫ് അഡൽട്ട് കാറ്റിൽ. എന്താ പറയുന്നത്? മീറ്റ് ഓഫ് അഡൽട്ട് കാറ്റിൽ. അഡൽട്ട് കാറ്റിന്റെ മീറ്റിനെ എന്ത് വിളിക്കുന്നു? ബീഫ് എന്ന് വിളിക്കുന്നു. അറിയാം അല്ലേ? ഇനി അടുത്ത് എന്താ പറയുന്നത്? കാര ബീഫ് അല്ലേ? മീറ്റ് ഓഫ് അഡൽട്ട് ബഫല്ലോ. അഡൽട്ട് ബഫലോയുടെ ഇറച്ചി എന്ത് വിളിക്കുന്നു? അല്ലെങ്കിൽ മീറ്റിനെ എന്ത് വിളിക്കുന്നു? കാര ബീഫ് എന്ന് വിളിക്കുന്നു. അടുത്ത് നോക്കിയേ, വീൽ. എന്താണ് വീൽ? മീറ്റ് ഓഫ് വെരി യങ് കാഫ്. കന്നുകുട്ടിയുടെ അല്ലേ, കാഫിന്റെ ഇറച്ചിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? വീൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ടേം നോക്കിയേ, അബാറ്റോയർ. എന്താ പറയുന്നത്? സ്ലോട്ടർ ഹൗസ്. എന്താണ് സ്ലോട്ടർ ഹൗസ്? ഇറച്ചി കട്ട് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ മീറ്റ് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? അബാറ്റോയർ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ടേം നോക്കിയേ, കാർക്കസ്. എന്താണ് കാർക്കസ്? ഡെഡ് ബോഡി ഓഫ് ആൻ ആനിമൽ. അനിമലിന്റെ ഡെഡ് ബോഡി നമ്മൾ എന്ത് വിളിക്കുന്നു? കാർക്കസ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ടേം നോക്കിയേ, ആട്ടോപ്സി. എന്താ പറയുന്നത്? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഓഫ് ദ കാർക്കസ് ടു ഫൈൻഡ് ദ കോസ് ഓഫ് ഡെത്ത്. മരണകാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അനിമലിന്റെ ഡെഡ് ബോഡിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു? ഓട്ടോപ്സി എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് കാർക്കസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാർക്കസ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡി ഓഫ് ആനിമൽ. ആ ഡെഡ് ബോഡിയെ മരണകാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനാണ് നമ്മൾ ആട്ടോപ്സി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ടേം നോക്കുക, എക്സോട്ടിക്.
എന്താണ് പറയുന്നത്? ആനിമൽ ഒറിജിനേറ്റ് ഇൻ എ ഫോറിൻ കൺട്രി. എന്താ പറയുന്നത്? വിദേശ രാജ്യങ്ങളിൽ ഉത്ഭവിച്ച ആനിമലിനെ നമ്മൾ എക്സോട്ടിക് ആനിമൽ എന്ന് പറയുന്നു. ഉദാഹരണം നമ്മൾ ജേഴ്സി, HF, ബ്രൗൺ സീസ് എല്ലാം എക്സോട്ടിക് കാറ്റിലാണ്. ഓക്കെ ഓക്കെ അടുത്ത ടേം നോക്കുക. ഇൻഡിജീനിയസ്. അനിമൽ ഒറിജിനേറ്റഡ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്ഭവിച്ച ആനിമലിനെ എന്ത് പറയുന്നു? ഇൻഡിജിനിയസ് അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ആനിമൽ എന്ന് പറയുന്നു. ഓക്കെ അടുത്ത ടേം നോക്കി. എന്താണ്? കാസ്റ്റിംഗ്. എന്താ പറയുന്നത്? കാസ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ ആനിമൽ ഈസ് മെയ്ഡ് ടു ലൈ സേഫ്ലി. എന്താ പറയുന്നത്? ആനിമലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽസിനെ വളരെ സേഫായിട്ട് തറയിൽ കിടത്തുന്ന രീതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. നമ്മൾ VHSൽ പഠിച്ചിട്ടുണ്ടായിരിക്കും 2 മെത്തേഡ് അല്ലെങ്കിൽ 2 ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്. റൂഫ് മെത്തേഡും ആൾട്ടർനേറ്റീവ് മെത്തേഡും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം. ബാൺ, ബയർ, ഷെഡ് എന്തിനാ സൂചിപ്പിക്കുന്ന? കാറ്റിൽ ഹൗസിനെ. അപ്പോൾ കാറ്റിൽ ഹൗസിനെ സൂചിപ്പിക്കാനായിട്ട് വിളിക്കുന്ന 3 പദങ്ങളാണ്. ഏതൊക്കെയാണ്? ബാൺ, ബയർ, ഷെഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. അടുത്ത ടേം ഏതാണ്? ബ്ലീറ്റിംഗ്. എന്താണ് ബ്ലീറ്റിംഗ്? സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ഗോട്ട്. എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ഗോട്ട്. അതായത് ആട് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്ലീറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ കോമൺ ടേംസിന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ റെഡി അല്ലേ? ഓക്കെ അപ്പോൾ നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സൗണ്ട് പ്രൊഡ്യൂസ് ബൈ എ ഗോട്ട്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ബെലോയിങ്, ഓപ്ഷൻ ബി നൈ, ഓപ്ഷൻ സി ബ്ലീറ്റിംഗ്, ഓപ്ഷൻ ഡി നൺ. ഏതാണ് ആൻസർ? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ബ്ലീറ്റിംഗ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ബെലോയിങ് ഏതാണ്? സൗണ്ട് പ്രൊഡ്യൂസ് ബൈ കാറ്റിൽ അല്ലേ? ഇനി ഓപ്ഷൻ ബി നൈ എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ഹോഴ്സ്. മറന്നു പോകരുത്. ഓക്കെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡോൺ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഷെഡ്, ഓപ്ഷൻ ബി ബേൺ, ഓപ്ഷൻ സി ബയർ, ഓപ്ഷൻ ഡി പെൻ. നമ്മളെ കാറ്റിലിന്റെ ഹൗസിനെ വിളിക്കുന്ന 3 പേരുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷെഡ്, ബേൺ, ബയർ. ഇനി ഓപ്ഷൻ ഡി എന്തായിരിക്കും? അപ്പോൾ പെൻ എന്തിൻ്റെയാണ്? ഗോട്ടിന്റെ ഹൗസിനെ എന്താണ്? പെൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യങ് ഫീമെയിൽ ഓഫ് കാറ്റിൽ എബോ 1 ഇയർ ആൻഡ് നോട്ട് എറ്റ് കാവ്ഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ കൗ, ഓപ്ഷൻ ബി ഹീഫർ, ഓപ്ഷൻ സി ഡാം, ഓപ്ഷൻ ഡി ഈവ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഹീഫർ അല്ലേ? അപ്പോൾ എ കൗ എന്താണ്? അഡൽറ്റ് ഫീമെയിലിനെ വിളിക്കുന്ന കൗ എന്ന് വിളിക്കുന്നുണ്ട്. ഡാം എന്താണ്? മദർ എന്ന പദത്തിനെ സൂചിപ്പിക്കാനായിട്ട് ഡാം ഉപയോഗിക്കുന്നു. ഈവ് എന്താണ്? അഡൽറ്റ് ഫീമെയിൽ ഓഫ് ഷീപ്പിനെ നമ്മൾ ഈവ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ ഔട്ടർ സ്കിൻ കവറിംഗ് ഓഫ് ലാർജ് ആനിമൽസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഹെയർ കോട്ട്, ഓപ്ഷൻ ബി വൂൾ, ഓപ്ഷൻ സി ഹൈഡ്, ഓപ്ഷൻ ഡി ഫർ. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന്. അതെ നമ്മൾ പറഞ്ഞു ലാർജ് ആനിമൽസിന്റെ പുറാവരണം അല്ലെങ്കിൽ പുറംതൊലി നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹൈഡ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീറ്റ് ഓഫ് വെരി യങ് കാഫ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ബീഫ്, ബി ഓപ്ഷൻ ബി ചെവോൺ, ഓപ്ഷൻ സി കാരബീഫ്, ഓപ്ഷൻ ഡി വീൽ. ഏതാണ് ആൻസർ? വരട്ടെ വരട്ടെ പെട്ടെന്ന് വരട്ടെ. അതെ ഓപ്ഷൻ ഡി ആണ്, വീലാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? ബീഫ്. അഡൽറ്റ് കാലിൻ്റെ ഇറച്ചി നമ്മൾ എന്ത് വിളിക്കുന്നു? ബീഫ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഷെവോൺ എന്താണ്? ഷെവോൺ എന്ന് പറഞ്ഞിട്ട് ഗോട്ടിൻ്റെ ഇറച്ചി നമ്മൾ ഷെവോൺ എന്ന് വിളിക്കുന്നു. കാരബീഫ് എന്താണ്? അഡൽറ്റ് ബഫലോയുടെ ഇറച്ചിയെ എന്ത് വിളിക്കുന്നു? കാരബീഫ് എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഡാം ഫാദർ, അബാട്ടോർ മദർ, ഹേർഡ് സ്ലോട്ടർ ഹൗസ്, സയർ ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ. താഴെ എ ബി സി ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് മാച്ചിങ് ആവുന്ന കണ്ടെത്തുക. ഓക്കെ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഡാം എന്താണ്? മദർ അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കാം. അബാട്ടോർ എന്താണ്? സ്ലോട്ടർ ഹൗസ് നമുക്കറിയാം അല്ലേ? ഇനി നോക്കാം. ഹേർഡ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ. കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കാം. സയർ എന്താണ്? ഫാദർ എന്ന് നമുക്ക് അറിയാം. നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നോക്കാം. ഓപ്ഷനിൽ ഒന്ന് ഡാം മദർ എന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഒന്ന്
ബി ആയിട്ട് വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. സി മാത്രമാണ് ഒന്ന് ബി ആയിട്ട് വരുന്നത്. നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയോളൂ. ഡെഡ് ബോഡി ഓഫ് ആൻ അനിമൽ ഈസ് കോൾഡ് കാർക്കസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നോൺ ലാക്ടേറ്റിംഗ് ഡേയ്സ് ബിറ്റ്വീൻ ലാക്ടേഷൻ ഈസ് കോൾഡ് ഡ്രൈ പീരീഡ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത് ഓഫ് എ കൗ ഈസ് 310 ഡേയ്സ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കാസ്ട്രേറ്റഡ് അഡൽട്ട് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. ഇനി ഓപ്ഷൻ എ നോക്കുക, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഉള്ളി. ഓപ്ഷൻ ബി നോക്കുക, തേർഡ് ഫോർത്ത് ഉള്ളി. ഓപ്ഷൻ സി നോക്കുക, ഫസ്റ്റ് സെക്കൻഡ് ഉള്ളി. ഓപ്ഷൻ ഡി നോക്കുക, ആൾ ദ എബോവ്. അപ്പോൾ നമുക്കൊന്ന് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഡെഡ് ബോഡി ഓഫ് ആൻ അനിമൽ ഈസ് കോൾഡ് കാർക്കസ്. ശരിയാണോ? ശരിയല്ലേ സ്റ്റേറ്റ്മെൻറ്റ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. നോൺ ലാക്ടേറ്റിംഗ് ഡേയ്സ് ബിറ്റ്വീൻ ലാക്ടേഷൻ ഈസ് കോൾഡ് ഡ്രൈ പീരീഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത് ഓഫ് എ കൗ ഈസ് 310 ഡേയ്സ്. ശരിയാണോ? ശരിയല്ല അല്ലേ? നമ്മൾ എത്രയാ പറഞ്ഞാൽ 305 ദിവസം അല്ലേ? 305 ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കാസ്ട്രേറ്റഡ് അഡൽട്ട് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. ശരിയാണോടെ? അല്ല അല്ലേ? കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ കാറ്റിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബുള്ളോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഇവിടെ എവിടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ കാറ്റിൽ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ കാവിങ്, ബി കിഡിങ്, സി ഫാരോയിങ്, ഡി ലാമ്പിങ്. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാണ്. അതെ, ഓപ്ഷൻ എ ആണ്, കാവിങ് ആണ്. ഓപ്ഷൻ ബി കിഡിങ് എന്താണ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഗോട്ട്. ഓപ്ഷൻ സി ഫാരോയിങ് എന്താണ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് പിഗ് ആണ്. ഓപ്ഷൻ ഡി എന്താണ്? ലാമ്പിങ് ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഷീപ്പ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. തന്നിരിക്കുന്നതിന് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൻ അഡൽട്ട് മെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആൻ അഡൽട്ട് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് കൗ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. എ ന്യൂ ബോൺ കാറ്റിൽ ഈസ് കോൾഡ് കാഫ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. യങ് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ഹീഫർ. ഇതിലേതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. നോക്കിയേ. ആൻ അഡൽട്ട് മെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. ശരിയാണോ? തെറ്റല്ലേ? തെറ്റാണ് അല്ലേ? ഇനി അഡൽട്ട് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് കൗ. ശരിയാണ്. എ ന്യൂ ബോൺ കാറ്റിൽ ഈസ് കോൾഡ് കാഫ്. ശരിയാണ്. യങ് ഫീമെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ഹീഫർ. കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബൊവേൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് കാറ്റിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പോർസൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് പിഗ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കാപ്രൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഷീപ്പ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓവൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഗോഡ്. ഓപ്ഷൻ എ ഫസ്റ്റ് സെക്കൻഡ് ഒള്ളി. ഓപ്ഷൻ ബി സെക്കൻഡ് ഫോർത്ത് ഒള്ളി. ഓപ്ഷൻ സി തേർഡ് ഫോർത്ത് ഒള്ളി. ഓപ്ഷൻ ഡി ഫസ്റ്റ് തേർഡ് ഒള്ളി. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബൊവൈൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് കാറ്റിൽ. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നമ്മൾ ബൊവൈൻ സ്പോഞ്ചി ഫോം ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പോർസൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് പിഗ്. കറക്റ്റ് അല്ലേ? നമ്മൾ സ്വൈൻ അല്ലെങ്കിൽ പോസൈൻ എന്ന് പറഞ്ഞു. H1N1 ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാപ്രൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഷീപ്പ്. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണല്ലേ? കാപ്രൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഗോട്ട് ആണ് വരേണ്ടത്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഓവൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഗോട്ട്. ശരിയാണോ? ഇതും തെറ്റല്ലേ? ഓവൻ ഈസ് ദ സ്പീഷ്യസ് നെയിം ഓഫ് ഷീപ്പ് എന്ന് പറയണമായിരുന്നു. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1ഉം 2ഉം. അപ്പോൾ ഓപ്ഷനിൽ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് സെക്കൻഡ് ഒള്ളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഓപ്ഷൻ നോക്കിയോളൂ. ഹേർഡ് ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ. ഓപ്ഷൻ ബി നോക്കുക. ബാൻഡ് ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. ഓപ്ഷൻ സി നോക്കുക. സ്റ്റോക്ക് ഗ്രൂപ്പ് ഓഫ് പിഗ്. ഓപ്ഷൻ ഡി നോക്കുക. ഫ്ലോക്ക് ഗ്രൂപ്പ് ഓഫ് ഗോട്ട്. പെട്ടെന്ന് പറഞ്ഞോളൂ, ഏതായിരിക്കും? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹേർഡ് ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ കറക്റ്റ് ആണല്ലേ?
ഇനി ഓപ്ഷൻ ബി നോക്കാം, ബാൻഡ് ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. കറക്റ്റ് ആണോ? അല്ല അല്ലേ. എന്താണ്? ബാൻഡ് ഗ്രൂപ്പ് ഓഫ് ഗോട്ട് ആണ് അല്ലേ. ഇനി സ്റ്റോക്ക് ഗ്രൂപ്പ് ഓഫ് പിഗ്. കറക്റ്റ് അല്ലേ? സ്റ്റോക്ക് ഓഫ് പിഗ് എന്നല്ലേ പറയുന്നത്. കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കാം, ഫ്ലോക്ക് ഗ്രൂപ്പ് ഓഫ് ഗോട്ട്. കറക്റ്റ് അല്ലേ? ശരിയാണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് മാച്ച് ആവുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഗോട്ട്? ഗോട്ടുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ബ്ലീറ്റിംഗ്, ഓപ്ഷൻ ബി സർവിങ്, ഓപ്ഷൻ സി ടപ്പിംഗ്, ഓപ്ഷൻ ഡി കിഡിങ്. ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞോളൂ. ഓപ്ഷൻ എ എന്താണ്? ബ്ലീറ്റിംഗ്. സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ഗോട്ട് ആണ് ബ്ലീറ്റിംഗ്. ഇനി ഓപ്ഷൻ ബി എന്താണ്? സർവിങ്. എന്താണ്? ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഗോട്ട് ആണ് സർവിങ്. നമ്മൾ പറഞ്ഞു LI സർവീസ് കൊടുക്കുന്ന 3 ജീവവർഗം പറഞ്ഞായിരുന്നു, ഓർക്കുക. ഇനി ഓപ്ഷൻ സി എന്താണ്? ടപ്പിംഗ്. എന്താണ്? ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പ് ആണ് ടപ്പിംഗ് അല്ലേ. ഇനി ഓപ്ഷൻ ഡി നോക്കുക, എന്താണ്? കിഡിങ്. എന്താണ് കിഡിങ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഗോട്ട് ആണ് കിഡിങ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാതെ ഏതാണ്? ഓപ്ഷൻ സി മാത്രം, ടപ്പിംഗ് മാത്രമാണ് ബന്ധമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ ലെങ്ത് ഓഫ് എ കൗ ഈസ്. എന്താണ്? ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. 305, ഓപ്ഷൻ ബി 306, ഓപ്ഷൻ സി ശ്രദ്ധിക്കുക 310, ഓപ്ഷൻ ഡി 205. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ എ ആണ് 305. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is or are correct regarding to act of parturition? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ ഷീപ്പ് ഈസ് കോൾഡ് ലാംബിംഗ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ ഗോട്ട് ഈസ് കോൾഡ് ബക്ലിംഗ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ ബഫലോ ഈസ് കോൾഡ് കാവിംഗ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ പിഗ് ഈസ് കോൾഡ് ഫാരോയിങ്. ഇതിൽ ഓപ്ഷൻ ഫസ്റ്റ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ബി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി നോക്കുക ഫസ്റ്റ് തേർഡ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ ഡി നോക്കുക ആൾ ദ എബോവ്. ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞോളൂ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നോക്കാം. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ ഷീപ്പ് ഈസ് കോൾഡ് ലാംബിംഗ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ ഗോട്ട് ഈസ് കോൾഡ് ബക്ലിംഗ്. ആണോ? അല്ല. എന്താണ്? കിഡിങ് ആണ് അല്ലേ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ബഫലോ ഈസ് കോൾഡ് കാവിംഗ്. ശരിയായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി നാലാമത് നോക്കാം. ആക്ട് ഓഫ് പാർച്ചുറേഷൻ പിഗ് ഈസ് കോൾഡ് ഫാരോയിങ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കുക. ഓപ്ഷൻ ബി ആണ്. ആണോ? അല്ല, ഓപ്ഷൻ സി ആണ് 1, 3, 4. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത നോക്കാം. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ഗോട്ട് ഈസ് കോൾഡ് വെദർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ഷീപ്പ് ഈസ് കോൾഡ് വെദർ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ബഫലോ ഈസ് കോൾഡ് ബുള്ളോക്ക്. ഇനി ഓപ്ഷൻ എ ഫസ്റ്റ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ ബി സെക്കൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി ഓൾ, ഓപ്ഷൻ ഡി നൺ. പെട്ടെന്ന് പറഞ്ഞോളൂ. ഏതായിരിക്കും ആൻസർ? ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ഗോട്ട് ഈസ് കോൾഡ് വെദർ. ശരിയാണോ? ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ഒറ്റ നോട്ടിൽ നോക്കുകയാണെങ്കിൽ തെറ്റെന്ന് തോന്നും അല്ലേ. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഗോട്ടിനെ എന്ത് വിളിക്കും? കാസ്ട്രേറ്റ് ബക്കെന്ന് വിളിക്കും അല്ലേ. പക്ഷേ കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഗോട്ടിനെ വെദർ എന്നും വിളിക്കും. ആയതിനാൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ കാറ്റിൽ ഈസ് കോൾഡ് ബുള്ളോക്ക്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ഷീപ്പ് ഈസ് കോൾഡ് വെദർ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ ബഫലോ ഈസ് കോൾഡ് ബുള്ളോക്ക്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ഇത് ശരിക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ബഫലെ എന്താണ് വിളിക്കുന്നത്? ബഫലോ ബുള്ളോക്ക് എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ചില സ്ഥലങ്ങളിൽ കാസ്ട്രേറ്റ് ചെയ്ത ബഫലോയെ ബഫലോ ബുള്ളോക്കിന് പകരം എന്തെന്ന് വിളിക്കുന്നുണ്ട്? ബുള്ളോക്ക് എന്നും പറയാറുണ്ട്. ആയതിനാൽ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ ഓഡ് വൺ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ സ്റ്റീർ, ഓപ്ഷൻ ബി ബുള്ളോക്ക്,
ഓപ്ഷൻ സി ഓക്സ്, ഓപ്ഷൻ ഡി ബുൾ. ഏതായിരിക്കും ആൻസർ? ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബുള്ളാണ്. എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഒരു മെയിൽ കാഫ് ജനിച്ചു എന്ന് കരുതുക. ആ കാഫിനെ അങ്ങനെ തന്നെ വളരാൻ വിട്ടാൽ അതെന്താകും? ഫസ്റ്റ് ബുൾ കാഫാകും, അത് വളർന്നതിന് ശേഷം എന്താകും? ബുള്ളാകും അല്ലേ? നോർമലി സംഭവിക്കുന്ന ഇതാണ്. ഇനി ആ മെയിൽ കാഫിനെ നിങ്ങൾ മീറ്റ് പർപ്പസിന് വേണ്ടി കാസ്ട്രേറ്റ് ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? സ്റ്റീർ എന്ന് വിളിക്കും. അതിനുശേഷം ഒരു 2 വർഷത്തെ വളർച്ചാക്കാലം കഴിയുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും? ഓക്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ബുള്ളോക്ക് എന്താണ്? ബുള്ളോക്ക് എന്ന് വെച്ചാൽ കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഏതൊരു കാളയും ബുള്ളോക്ക് എന്ന് പറയാം. ഉദാഹരണം, വർക്കിംഗ് പർപ്പസിന് വേണ്ടി ഒരു കാളയെ കാസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ബുള്ളോക്ക് എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ച്, ഈ ഓപ്ഷനിൽ മൊത്തം ശ്രദ്ധിച്ച്, മൊത്തത്തിൽ സ്റ്റീർ ആയാലും ഓക്സ് ആയാലും ബുള്ളോക്ക് ആയാലും എന്താണ്? കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട മെയിൽ കാറ്റിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. സോ ഇവിടെ ഓർഡർ ഏതാണ്? ബുള്ള് മാത്രമാണ് അല്ലേ? എന്തുകൊണ്ടാ? ബുള്ളെന്ന് വെച്ചാൽ എന്താണ്? അൺകാസ്ട്രേറ്റഡ് അഡൽട്ട് മെയിൽ കാറ്റിൽ എന്ത് വിളിക്കുന്നു? ബുൾ എന്ന് വിളിക്കുന്നു. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് റോങ് റിഗാർഡിംഗ് യങ് മെയിൽ? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. യങ് മെയിൽ ഓഫ് പിഗ് ഈസ് കോൾഡ് ബോർലിംഗ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. യങ് മെയിൽ ഓഫ് കാറ്റിൽ ഈസ് കോൾഡ് ബുൾ കാഫ്. തേർഡ് ഓപ്ഷൻ നോക്കുക. യങ് മെയിൽ ഓഫ് ഹോഴ്സ് ഈസ് കോൾഡ് കോൾട്ട്. ഓപ്ഷൻ ഡി നോക്കുക. യങ് മെയിൽ ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് ഈവ് ലാംബ്. ഏതാണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് മെയിൽ ഓഫ് പിഗ് ഈസ് കോൾഡ് ബോർലിംഗ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് മെയിൽ ഓഫ് കാറ്റിൽ ഈസ് കോൾഡ് ബുൾ കാഫ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് മെയിൽ ഓഫ് ഹോഴ്സ് ഈസ് കോൾഡ് കോൾട്ട്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. യങ് മെയിൽ ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് ഈവ് ലാംബ്. ശരിയാണോ? തെറ്റാണല്ലേ? എന്താണ്? റാം ലാംബാണ് വരേണ്ടത്. ഈവ് ലാംബ് എന്ന് വെച്ചാൽ യങ് ഫീമെയിൽ ഓഫ് ഷീപ്പിനെ വിളിക്കുന്നതാണ് ഈവ് ലാംബ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വേർഡ് സർവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു. എന്താണ്? ദ വേർഡ് സർവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു. ഓപ്ഷൻ നോക്കുക. എ ഷീപ്പ്, ഓപ്ഷൻ ബി ബഫല്ലോ, ഓപ്ഷൻ സി കാറ്റിൽ, ഓപ്ഷൻ ഡി ഗോട്ട്. നമ്മൾ പറഞ്ഞു LI സർവീസ് AI സർവീസ് കൊടുക്കുന്ന 3 ജീവി വർഗ്ഗങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കാറ്റിൽ, ബഫല്ലോ, ഷീപ്പ്. ആണോ? അല്ല, ഗോട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ റോങ് ആയിട്ട് ഏതാണ്? സർവിങ് കണക്റ്റ് ആവാത്ത ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഷീപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ടു ഷീപ്പ്? ഓരോ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് ഓവൈൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. യങ് മെയിൽ ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് റാം ലാംബ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ വേർഡ് ഹോഗസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഷീപ്പ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ഹൗസ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് സ്റ്റൈ. ഇനി ഓപ്ഷൻ എ ഫസ്റ്റ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ബി സെക്കൻഡ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ സി സെക്കൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ ഡി തേർഡ് ഫോർത്ത് ഓൺലി. ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കാൾഡ് ഓവൈൻ. ശരിയാണോ? തെറ്റാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കാൾഡ് ഫ്ലോക്ക് ആണ്. അടുത്ത് നോക്കിയ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് യങ് മെയിൽ ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് റാം ലാംബ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ വേർഡ് ഹോഗസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഷീപ്പ്. ശരിയായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് ഹോഗസ്റ്റ്? ദ യങ് ഷീപ്പ് ഓഫ് എയ്തർ സെക്സ് ഏജ്ഡ് ബിറ്റ്വീൻ 1 to 2 years. അതായത് 1-2 വർഷത്തിനിടയിലുള്ള യങ് ഷീപ്പ്, അത് ഏതായിരിക്കും? മെയിലായിരിക്കാം, ഫീമെയിൽ ആയിരിക്കും. അതിന് നമ്മൾ എന്താണ്? ഹോഗസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ദ വേർഡ് ഹോഗസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഷീപ്പ്. കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ് നോക്കുക. ഹൗസ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് സ്റ്റൈ. തെറ്റാണല്ലേ? അപ്പോൾ ഇവിടെ ശരിയായുള്ള ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമാണ്. നോക്കുക, ഇവിടെ 2ഉം 3ഉം വരുന്നത് ഏതാണ്? 2ഉം 3ഉം ഇവിടെ ഓപ്ഷൻ സി ആണ്, സെക്കൻഡ് തേർഡ് ഓൺലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ടേം ലൈഫ് സ്റ്റോക്ക്? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ലൈഫ് സ്റ്റോക്ക് മീൻസ് ഓൾ ലിവിംഗ് സ്റ്റോക്ക് യൂസ്ഡ് ഫോർ കൺസ്യൂമർ ആൻഡ് കൊമേഴ്സ്യൽ യൂസ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ടേം ലൈവ് സ്റ്റോക്ക് ഈസ് യൂസ്ഡ് ബ്രോഡ് സെൻസ് ടു കവർ ഓൾ ഗ്രോൺ ആനിമൽസ് റിഗാർഡ്ലെസ് ഓഫ് ഏജ്, ലൊക്കേഷൻ ഓർ പർപ്പസ് ഓഫ് ബ്രീഡിംഗ്. ഓപ്ഷൻ സി നോക്കുക. നോൺ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഡെഫിനിഷൻ. ഓപ്ഷൻ ഡി നോക്കുക. കൗ, ബഫല്ലോ, ഗോട്ട് ആൻഡ് ഷീപ്പ് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ലൈവ് സ്റ്റോക്ക്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ലൈവ് സ്റ്റോക്ക് മീൻസ് ഓൾ ലിവിങ് സ്റ്റോക്ക് യൂസ്ഡ് ഫോർ കൺസ്യൂമർ ആൻഡ് കൊമേഴ്സ്യൽ യൂസ്. എന്താണ്? ഉപഭോക്തൃ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എല്ലാ ജീവനുള്ള സ്റ്റോക്കിനെയും ലൈവ് സ്റ്റോക്ക് എന്ന് പറയാം. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ടേം ലൈവ് സ്റ്റോക്ക് ഈസ് യൂസ്ഡ് ബ്രോഡ് സെൻസ് ടു കവർ ഓൾ ഗ്രോൺ ആനിമൽസ് റിഗാർഡ്ലെസ് ഓഫ് ഏജ്, ലൊക്കേഷൻ ഓർ പർപ്പസ് ഓഫ് ബ്രീഡിംഗ്. എന്താണ് പറയുന്നത്? പ്രായം, സ്ഥലം അല്ലെങ്കിൽ പ്രജനനത്തിന്റെ ഉദ്ദേശ്യവും എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ വളർത്തുമൃഗങ്ങളെയും വിശാലമായ അർത്ഥത്തിൽ പറയാൻ ലൈവ് സ്റ്റോക്ക് എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോൺ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഡെഫിനിഷൻ. ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണ് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ശരിയാകുമായിരുന്നു? നോൺ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ എക്സ്ക്ലൂഡഡ് അണ്ടർ ദിസ് ഡെഫിനിഷൻ. ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകുമായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ വരണമായിരുന്നു? ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഡെഫിനിഷൻ. ഇങ്ങനെ വന്നാലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായനെ. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൗ, ബഫല്ലോ, ഗോട്ട് ആൻഡ് ഷീപ്പ് എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് ലൈവ് സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഹോഴ്സ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആൻ അഡൽട്ട് ഫീമെയിൽ ഹോഴ്സ് ഈസ് കോൾഡ് എ സ്റ്റാലിയൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ഹോഴ്സ് ഈസ് കോൾഡ് എ മെയർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് മെയിൽ ഹോഴ്സ് ഈസ് കാൾഡ് ഫില്ലി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് ഫീമെയിൽ ഹോഴ്സ് ഈസ് കാൾഡ് കോൾട്ട്. ഓപ്ഷൻ എ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓൺലി. ഓപ്ഷൻ ബി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓൺലി. ഓപ്ഷൻ സി ഓൾ ദ എബോ. ഓപ്ഷൻ ഡി നൺ. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് പറയാം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആൻ അഡൽട്ട് ഫീമെയിൽ ഹോഴ്സ് ഈസ് കോൾഡ് സ്റ്റാലിയൻ. ശരിയാണോ? തെറ്റാണല്ലേ? ഫീമെയിൽ വരുമ്പോൾ ഇവിടെ മെയർ വരണമായിരുന്നു അല്ലേ? ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ഹോഴ്സ് ഈസ് കാൾഡ് മെയർ. ശരിയാണോ? തെറ്റാണല്ലേ? അഡൽട്ട് മെയിൽ ആകുമ്പോൾ സ്റ്റാലിയൻ വരണം അല്ലേ? ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് മെയിൽ ഹോഴ്സ് ഈസ് കാൾഡ് ഫില്ലി. ശരിയാണോ? തെറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? യങ് മെയിൽ ആണെങ്കിൽ കോൾട്ട് വരണം. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. യങ് ഫീമെയിൽ ഹോഴ്സ് ഈസ് കാൾഡ് കോൾട്ട്. അവിടെ എന്താണ്? യങ് ഫീമെയിൽ ആകുമ്പോൾ ഫില്ലി വരണം. അപ്പോൾ ഇവിടെ എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is or are wrong regarding goat? First statement നോക്കുക. Goat is a monogastric animal. Second statement നോക്കുക. Adult male goat is called a doe. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. Young female goat is called a goatling. നാലാമത്തെ ഓപ്ഷൻ നോക്കുക. A newborn goat is called kid. ഓപ്ഷൻ എ ഫസ്റ്റ്, സെക്കൻഡ് ഓൺലി. ഓപ്ഷൻ ബി തേർഡ്, ഫോർത്ത് ഓൺലി. ഓപ്ഷൻ സി ഫസ്റ്റ് ഓൺലി. ഓപ്ഷൻ ഡി ഓൾ ദ അബോവ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സ്റ്റേറ്റ്മെന്റ്. ഗോട്ട് ഈസ് എ മോണോഗാസ്റ്റിക് ആനിമൽ. ശരിയാണോ? തെറ്റാണ്. മോണോഗാസ്റ്റിക് എന്ന സിംഗിൾ സ്റ്റൊമക്ക് ഉള്ളത് നമ്മൾ മോണോഗാസ്റ്റിക് ആണ്. അതിന് നമ്മുടെ ഗോട്ടിന് എന്താണ്? 4 ചേമ്പർഡ് സ്റ്റൊമക്ക് ആണ്, റൂമിനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അഡൽട്ട് മെയിൽ ഗോട്ട് ഈസ് കാൾഡ് ഡോ. അഡൽട്ട് മെയിൽ ഗോട്ടിന് ഡോ എന്നാണ് പറയുന്നത്, അല്ല ബക്ക് എന്നാണ് പറയുന്നത് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. യങ് ഫീമെയിൽ ഗോട്ട് ഈസ് കാൾഡ് ഗോട്ട്ലിംഗ്. യങ് ഫീമെയിൽ എന്താണ്? ഗോട്ട്ലിംഗ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ന്യൂ ബോൺ ഗോട്ട് ഈസ് കാൾഡ് കിഡ്. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ് ഉള്ളത് ഓപ്ഷൻ എ ആണ് അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ് ഓൺലി. ഓക്കെ, ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ടു ബഫല്ലോ? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ബഫല്ലോ ഈസ് കാൾഡ് ബഫല്ലോ ബുൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആൻ അഡൽട്ട് ഫീമെയിൽ ബഫല്ലോ ഈസ് കാൾഡ് ഹീഫർ ബഫല്ലോ.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, യങ് മെയിൽ ഓഫ് ബഫലോ ഈസ് കാൾഡ് ബഫലോ ബുൾ കാഫ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, യങ് ഫീമെയിൽ ഓഫ് ബഫലോ ഈസ് കാൾഡ് ഷീ ബഫലോ. ഇനി ഓപ്ഷൻ എ ഫസ്റ്റ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ബി ഫസ്റ്റ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ ഡി നൺ. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ബഫലോ ഈസ് കാൾഡ് ബഫലോ ബുൾ. കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആൻ അഡൽട്ട് ഫീമെയിൽ ബഫലോ ഈസ് കാൾഡ് ഹീഫർ ബഫലോ. ശരിയാണോ? തെറ്റാണ് അല്ലേ? എന്താണ്? ഷീ ബഫലോ ആണ് വരേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. യങ് മെയിൽ ഓഫ് ബഫലോ ഈസ് കാൾഡ് ബഫലോ ബുൾ കാഫ്. ശരിയാണല്ലേ? അടുത്ത നോക്കുക, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യങ് ഫീമെയിൽ ഓഫ് ബഫലോ ഈസ് കാൾഡ് ഷീ ബഫലോ. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റ് ഏതൊക്കെയാണ്? ശരി നോക്കാം. ആദ്യം അഡൽട്ട് മെയിൽ ബഫലോ ഈസ് കാൾഡ് ബഫലോ ബുള്ള്. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക, എന്താണ്? ബി ആണ് ഓപ്ഷൻ. 1ഉം 3ഉം, അതായത് ഫസ്റ്റ് തേർഡ് ഓൺലി. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഓപ്ഷൻ എ വന്നിട്ട് എക്സോട്ടിക് ആനിമൽ ഒറിജിനേറ്റ് ഇൻ ദ കൺട്രി. ഓപ്ഷൻ ബി നോക്കാം, വീൽ മീറ്റ് ഓഫ് വെരി യങ് കാഫ്. ഓപ്ഷൻ സി നോക്കാം, ആട്ടോപ്സി പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഓഫ് ദ കാർക്കസ് ടു ഫൈൻഡ് ദ കോസ് ഓഫ് ഡെത്ത്. ഓപ്ഷൻ ഡി നോക്കാം, അബാറ്റോയർ സ്ലോട്ടർ ഹൗസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ഏതായിരിക്കും ആൻസർ? നമുക്ക് ഓരോന്നാട് നോക്കാം. എക്സോട്ടിക് എന്താ പറയുന്നത്? ആനിമൽ ഒറിജിനേറ്റ് ഇൻ ദ കൺട്രി. ശരിയാണോ? ഇല്ല അല്ലേ? ആനിമൽ ഒറിജിനേറ്റ് ഇൻ ദ ഫോറിൻ കൺട്രി ആണെങ്കിൽ ആ ഒരു എക്സോട്ടിക് കറക്റ്റ് ആയിരുന്നു. അടുത്ത് നോക്കാം. ഓപ്ഷൻ ബി വീൽ മീറ്റ് ഓഫ് വെരി യങ് കാഫ്. ശരിയാണല്ലേ? ഇനി ഓപ്ഷൻ സി നോക്കാം, ആട്ടോപ്സി എന്താ പറയുന്നത്? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഓഫ് ദ കാർക്കസ് ടു ദ ഫൈൻഡ് ദ കോസ് ഓഫ് ഡെത്ത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇനി അബാറ്റോർ നോക്കാം. ഓപ്ഷൻ ഡി സ്ലോട്ടർ ഹൗസ്. അതും കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായിട്ട് ഏതാ വരുന്നത്? ഓപ്ഷൻ എ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഗോട്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഹേർഡ്, ഓപ്ഷൻ ബി ഫ്ലോക്ക്, ഓപ്ഷൻ സി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ഡ്രോവ്. ഏതായിരിക്കും ആൻസർ? ഗോട്ടിന് നമ്മൾ പറഞ്ഞു, ഗോട്ടിന് എന്തുണ്ട്? ഗ്രൂപ്പ്, എഫ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്? ഫ്ലോക്കും ബാൻഡും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനിൽ ഏതേ ഉള്ളൂ? ഫ്ലോക്ക്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഡ്രോവ്. നമ്മുടെ 2015 PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലെ ഒരു ഓപ്ഷനാണ് ഡ്രോവ്. അപ്പോൾ എന്താണ് ഡ്രോവ്? ഡ്രോവ് എന്ന് പറയുന്നത് ഒരു കൂട്ടം അനിമൽസ് ഏതെങ്കിലും സ്ഥലത്തേക്ക് കൂട്ടമായി മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഡ്രോവ് എന്ന് വിളിക്കുന്നു. ഈവൻ അത് ഫ്ലോക്ക് ആകാം, ഹേർഡ് ആകാം, സ്റ്റോക്ക് ആകാം. ഈവൻ ഈ ഒരു സിറ്റുവേഷനിൽ ഹ്യൂമൻ ആയാൽ പോലും ഈ പദം നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ എന്താണ് ഡ്രോവ് എന്ന്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം. നിങ്ങൾ ഉറപ്പായിട്ട് അതിൻ്റെ റിപ്ലൈ തരും. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ കോമൺ ടേംസിന് ഇനി ഒരു പാർട്ടും കൊണ്ടുണ്ട്. അത് നമ്മൾ താമസിക്കാതെ അപ്ലോഡ് ചെയ്യും. അതിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, ബൈ.